ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പറയാൻ പോകുന്നത് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ജൂൺ 19 വായനാ ദിനം നമ്മൾ മലയാളികളെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് കൈപിടിച്ചു വരുത്തിയ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുട്ടിയായിരിക്കുമ്പോൾ നാം അച്ഛനമ്മമാരിൽ നിന്നും കണ്ടും കേട്ടും അറിവ് നേടുന്നു. പിന്നീട് വിദ്യാലയത്തിലെത്തുന്ന നാം അറിവുകൾ നേടുന്നു. വായിച്ചറിവ് നേടണം, ആ അറിവ് തിരിച്ചറിവായിരിക്കണം. മലയാളത്തിന്റെ പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷ് വായനാശീലം കുറഞ്ഞവരെ അദ്ദേഹം നർമ്മത്തിലൂടെ പരിഹസിക്കുന്നത് ഇങ്ങനെയാണല്ലോ: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുടിലയിൽ ജനിച്ച അബ്രഹാം ലിങ്കനെ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തിച്ചതും രാമേശ്വരത്തെ പത്രവിതരണക്കാരനായിരുന്ന APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വളർത്തിയതിലും അവരുടെ പുസ്തക വായനയ്ക്ക് പങ്കുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്ന് വായിക്കുന്നവരാണ് നാളെയുടെ നേതാവെന്ന് മാർഗരറ്റ് ഫുള്ളറുടെ വാക്കുകൾ എത്രമാത്രം അർത്ഥമുള്ളതാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വായനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല പുസ്തകം വായിക്കുന്നതിലൂടെ നല്ല ചിന്തയും ഒരു നല്ല മനുഷ്യനും ഉണ്ടാകുന്നു. എത്ര വായിച്ചു, എത്ര പുസ്തകം വായിച്ചു എന്നതിലല്ല, നാം വായിച്ച പുസ്തകത്തിൽ നിന്ന് എന്തു നേടി എന്നതാണ് കണ്ടെത്തേണ്ടത്. ഇന്ന് വായനാശീലം പൊതുവെ കുറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനമാണ്. നമുക്കെല്ലാം അറിയണമെങ്കിൽ വായന തന്നെ വേണം. അതുകൊണ്ട് കൂട്ടുകാരെ, വായനയെ നമുക്ക് മറക്കാതിരിക്കാം. തുടങ്ങാം ചെറിയ ചെറിയ കവിതകളിലൂടെ, കഥകളിലൂടെ. നിറയട്ടെ വായനയുടെ വസന്തം. നമുക്കവയെ സ്നേഹിക്കാം, നമ്മളുടെ കളിക്കൂട്ടുകാരെ പോലെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.